വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഭരണം മാറി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാൾട്ടയിൽ BJP വിജയിച്ചിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ വലിയൊരു വിജയമായിരുന്നു BJPയുടേത്. കാരണം ആ ഫാൾട്ട മണ്ഡലത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ BJPയുടെ ചിഹ്നത്തിൽ ടേപ്പ് ചുറ്റിയും BJPയുടെ ചിഹ്നത്തിൽ വിക്സ് പുരട്ടി വെച്ചും അവിടെ വലിയ മർദ്ദനങ്ങളും വലിയ അട്ടിമറികളൊക്കെ നടന്നാണ് അവിടെ BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. ഞെട്ടിക്കുന്ന ഒരു വാർത്ത. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ നമ്മുടെ മതമൗലികവാദികൾ, സുഡാപ്പികൾ അറിയാലോ. ഇവര് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നതാണ് പന്നിയെ കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇവരുടെ മത നിയമങ്ങൾ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ ഒരു പരിപാവനമായിട്ടുള്ള, അവർ കാണുന്ന ഒരു മൃഗമായിട്ടുള്ള പശുവിനെ വെട്ടുന്നതിൽ പ്രശ്നമില്ല എന്നിവർ നിലപാടെടുക്കുന്നു. അത് ഇവരുടെ ഇരട്ടത്താപ്പാണ്. ഇവരുടെ ആചാരങ്ങൾ ഇവർ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നു, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ഇവർ കളിയാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ പ്രബുദ്ധരാണെന്ന് പറയുകയാണെങ്കിലും നമ്മളെ പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്ത, അവിടുത്തെ മുസ്ലിം സംഘടനകൾ ഒത്തൊരുമിച്ച് നിന്ന് പറഞ്ഞിരിക്കുകയാണ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം, പശു ഗോമാതാവാണ് എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്, മുസ്ലിം സംഘടന. അപ്പൊ ആ വാർത്ത കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി. സത്യമാണ്, ഈ പശുവിനെ അവിടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണം എന്നവർ പറയുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ബക്രീദ് വരികയാണ്. ബക്രീദ് വരുന്ന ദിവസങ്ങളിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് അറിയാലോ, ബക്രീദ് വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ മൃഗബലി നടക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുവേന്ദു അധികാരി വളരെ വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമുള്ള സ്ഥലങ്ങളല്ലായിരുന്നു ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ മാംസത്തിന് നിരോധനമൊന്നുമില്ല. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവന്നതിന് ശേഷം പശുവിനെ അറുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ നിബന്ധന എന്ന് പറയുന്നത്. പശുവിനെ അറുക്കാൻ പാടില്ല. അപ്പൊ ഇത് വലിയൊരു കലാപത്തിലേക്ക് നീങ്ങും എന്ന് പല ആൾക്കാരും കോപ്പ് കൂട്ടി. പക്ഷെ അങ്ങനെയല്ല നടന്നത്. അവിടെ നടന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം താൻ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് അഖിലേന്ത്യാ ഖുറേഷി ജമാഅത്ത് പ്രസിഡന്റ് സിറാജ് ഖുറേഷി ആദ്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. പിന്നീട് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ജമിയത്ത് ഉലമ ഇ ഹിന്ദ് അർഷാദ് മദനി വിഭാഗം അധ്യക്ഷൻ മൗലാന അർഷാദ് മദനി രംഗത്തെത്തി. ഈ ആവശ്യത്തെ പിന്തുണച്ച് അവിടെയുള്ള 28% മുസ്ലിങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം സംഘാടകർ രംഗത്തെത്തി, സംഘടനകൾ രംഗത്തെത്തി, അങ്ങനെ പല കാര്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാജ്യത്ത് ഗോഹത്യ നടക്കുന്നുണ്ട്, ആ ഗോഹത്യയുടെ പേരിൽ നമ്മൾ സംയമനം പാലിക്കണം, നമ്മൾ അത് നടത്താതിരിക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള അതിനെതിരെയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്ന് ഇദ്ദേഹം പറയുകയാണ്. മദനിയുടെ പ്രസ്താവനയെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുകയാണെന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുൽ റിസ്വി പറഞ്ഞു. മുസ്ലിം സംഘടനകൾ ഇക്കാര്യത്തിൽ വിശാലമായിട്ടുള്ള പൊതുധാരണ ഉണ്ടാകണം. അതിനായി ഡൽഹിയിൽ വൈകാതെ മുസ്ലിം സംഘടനാ പ്രതിനിധി യോഗം വിളിച്ചു ചേർത്ത് സംയുക്ത നിവേദനം തയ്യാറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുമെന്ന് റിസ്വി പറഞ്ഞു. രാജ്യത്തെ മുസ്ലിങ്ങളാണ് ഇത് പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് വന്നൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ വേറൊരു ആംഗിൾ കൂടെ ഉണ്ട്. വേറൊരു ആംഗിൾ, മുസ്ലിങ്ങൾക്ക് അങ്ങനെ മാറ്റം വരാൻ പാടില്ല. കാരണം അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ അയോധ്യ രാമക്ഷേത്രമായിരുന്നാലും മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങളത് വിട്ടുതരാമെന്ന് പറയുന്നു, ഹിന്ദുക്കൾ പറയുന്നു സന്തോഷം, നിങ്ങൾക്ക് വേറെ പള്ളി കെട്ടിത്തരാം. എങ്കിൽ പിന്നെ അതിലൊരു സംഘർഷ സാധ്യതയില്ല. അപ്പോഴാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ഇടയിൽ ചേർന്നിട്ട് വിട്ടുകൊടുക്കല്ലെന്ന് പറഞ്ഞത് സംഘർഷമാക്കി ബാബറി മസ്ജിദ് പൊളിച്ച് വലിയ രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ പോയത്. അപ്പൊ ആ ഒരു ടാക്ടിക്സ് ഇവിടെയും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങളിലും ഈ അൾട്രാ ലിബറൽ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഈ വെസ്റ്റ് ബംഗാളിൽ കൂടുതലും മാംസക്കച്ചവടം നടത്തുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ കച്ചവടം തകർക്കാനാണ് ഇപ്പൊ ഇങ്ങനെയുള്ള മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് കുത്തിത്തിരിപ്പ് നോക്കണേ. എനിക്കത് കുത്തിത്തിരിപ്പായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ആംഗിളും കൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം, എന്താണ് ഇവിടെ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടല്ലേ? രണ്ടു കാര്യങ്ങളുണ്ട്. വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നേരത്തെ ഉത്തരേന്ത്യയിൽ ആഗമനം ഉണ്ടാകും. ഈ പശുക്കടത്ത് എന്ന് പറയുന്നത് ഈ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാറുണ്ട്. ഇറച്ചി കൈവശം വെച്ചതിന് അടിച്ചു കൊന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ പശുക്കടത്തിന് അടിച്ചു കൊന്നു. സംഭവം എന്താന്ന് വെച്ചാൽ, ഞാനിത് പലവട്ടം ഇതുപോലത്തെ ചർച്ചകളിലും ഞാൻ പോയിന്റിലും ഒക്കെ അനവധി വട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലത്. കേരളത്തിൽ പശു ഒരു അന്യഗ്രഹ ജീവിയാണ്. കാരണം നമുക്ക് രാവിലെ വരുന്ന കവറുപാലാണ് നമ്മുടെ ഗോമാതാവും പാലും എല്ലാം. ഇനി പക്ഷെ ഇതുപോലെയല്ല കേരളം വിട്ടുകഴിഞ്ഞാൽ. എല്ലായിടത്തും പശു എന്ന് പറയുന്നത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം അതുകൊണ്ടാണ് പുലരുന്നത്. അത് ആ പശുവിനെ അവർ വലിയ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ പശുവിനെ കടത്തിക്കൊണ്ടു പോകും രാത്രി കാലങ്ങളിൽ.
അത് ഒരുപാട് വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ കടത്തിക്കൊണ്ട് മാരുതി കാറിലൊക്കെ സീറ്റ് മാറ്റിയിട്ട് നടന്നു പോകുന്ന പശുവിനെ തള്ളി അതിലേക്ക് ഈ നമ്മൾ ആൾക്കാരെ അടിച്ചിട്ട് പോകത്തില്ലേ, ഈ പിന്നെ റാഞ്ചിക്കൊണ്ട് പോകുന്ന കണക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതൊരു വലിയ സംഘർഷങ്ങൾക്ക് പലപ്പോഴും ബീഫ് കൈവശം വെച്ചതിനല്ല ഇത് ചെയ്യുന്നത്. രാത്രി കാര്യം നമ്മൾ 1-1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10,000-70,000 രൂപ കൊടുത്തിട്ട് പശുവിനെ മേടിച്ച് വളർത്തുന്നു. ആ പശുവിന്റെ പാല് വിറ്റ് കിട്ടുന്നതും ചാണകം വിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള പൈസ കൊണ്ട് എത്രയോ കുടുംബം ഈ കേരളത്തിൽ പുലർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പുലരുന്ന ആ ഒരു പശു അവിടെ വരുമാന മാർഗത്തെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി അവരെന്താണ് ചെയ്യേണ്ടത്? സത്യത്തിൽ അവർ തല്ലിക്കൊല്ലുകയല്ല വേണ്ടവനെ, പച്ചയ്ക്ക് കത്തിക്കുകയാണ് വേണ്ടത്. കാരണം ഒരുത്തിന്റെ വരുമാനമാണ് അടിച്ചുകൊണ്ട് പോകുന്നത് അവിടുന്ന്. ഇത് വെസ്റ്റ് ബംഗാളിൽ വരുമ്പോൾ കഥ കുറച്ചുകൂടി മാറുകയാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് അവിടെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകാരെത്തുന്നത് പശു കടത്തിന് വേണ്ടിയിട്ടാണ്. ഈ പശുവിനെ അവർ കടത്തി ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകും. പശു എന്ന് ഞാൻ പറയുമ്പോൾ പശു മാത്രമല്ല, ഇതിൽ പോത്തുണ്ട്, എരുമയുണ്ട്, കാളയുണ്ട്, ഇതെല്ലാം വരും. ഇതിനെ അടിച്ചോണ്ട് പോകും. ഇത് പലപ്പോഴും സംഘർഷം, അതിർത്തി സംഘർഷങ്ങൾ പോലും ഉണ്ടാകാനുള്ള വലിയ സംഘർഷത്തിലേക്ക് സാധ്യതയുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവരുടെ ഈ ബക്രീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ മൃഗബലി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മുസ്ലിം ആചാരമല്ല എന്നാണ് കോടതി പോലും പറയുന്നത്. ഇത് ഈ ആചാരത്തിൽപ്പെടുന്ന കാര്യങ്ങൾ. ഈ ആചാരം എന്ന് പറയുന്നത് ഒരു ഏകീകൃതമായിട്ട് പലയിടത്തും പല ആചാരങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിം മതവിഭാഗം എന്നുള്ളതൊരു ഏകീകൃത ശിലയല്ല. അതിനകത്ത് തന്നെ ഷിയകളുണ്ട്, സുന്നികളുണ്ട്, മുജാഹിദുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അത് നോർത്ത് ഇന്ത്യക്കൊക്കെ ചെല്ലുമ്പോൾ 27-28 ഘടകങ്ങളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങളും രീതികളുമാണ്. ചിലര് ഒരെണ്ണം വലിയ ആഘോഷമായി ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർ അത് ആഘോഷിക്കാതിരിക്കുന്നതുണ്ട്. ഈ മൃഗബലി നടത്തുന്നവരുണ്ട്, മൃഗബലി നടത്താത്തവരുണ്ട്. മിനാരം വെച്ച പള്ളിയുണ്ട്, മിനാരം വെക്കാത്ത പള്ളിയുണ്ട്. മസറിനെ ആരാധിക്കുന്നുണ്ട്, കബറിടങ്ങൾ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ പല 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 വെറൈറ്റികളുണ്ട്. ഹിന്ദുക്കളെ പോലെ തന്നെയാണ്. അതല്ലാതെ നമ്മളിപ്പോ പൊതുവെ പറയും ഈ മുസ്ലിംസും ക്രിസ്ത്യൻസും പറയും ഞങ്ങളുടെ ജാതിയിലെ മതമില്ല, വെറുതെയാണ്. എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ഇതെല്ലാം അതുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ വെസ്റ്റ് ബംഗാളിൽ അടക്കമുള്ള മുസ്ലിങ്ങൾ അപ്പൊ അവർക്ക് ഈ ഒരു ആചാരം അവർ ചെയ്യുന്നുണ്ടാകില്ലായിരിക്കാം ഒരു പക്ഷെ. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തിനാണ്? കാരണം ഇത് അങ്ങനെ ഇതിൽ പറയുന്നില്ല, മൃഗബലിയെ കുറിച്ച് ഇത് പറയുന്നില്ല. മൃഗബലിയെ കുറിച്ച് പറയുമ്പോൾ പശുവിനെയും കാളയും തന്നെ അറക്കണമെന്ന് പറയുന്നവന്റെ ഒരു മാനോഗതി എന്തായിരിക്കാം? ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ കേരളത്തിലടക്കം മൃഗബലി ഉണ്ടായിരുന്നു. എത്രയോ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഇല്ലായിരുന്നു കേരളത്തിൽ ഈ കോഴിയെ ബലി കൊടുക്കുക, പിന്നെ പാലക്കാട് ക്ഷേത്രത്തിൽ ആടിനെ ബലി കൊടുക്കുന്ന രീതി ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. മൃഗബലിയുണ്ട്, കാമാഖ്യ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പം അത് എന്ത് പറ്റി? നമ്മൾ നിയമം മൂലം അത് വേണ്ടെന്ന് വെച്ചു. ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കൾ പ്രതിഷേധിച്ചോ? കാരണം അത് വേണ്ട, അത് ഒരു അനാചാരമായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. ഈ കുരിശിയും മറ്റും മുമ്പ് ക്ഷേത്രങ്ങൾ നടത്തിയിരുന്നത് എങ്ങനെയാണ്? ഈ കോഴികളെ തന്നെ അർപ്പിച്ചുകൊണ്ടല്ലായിരുന്നു നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ അതെന്താ എങ്ങനെയാണ് നടത്തുന്നത്? പ്രതീകാത്മകമായിട്ടാണ് അത് നടത്തുന്നത്, അല്ലെ? നമ്മൾ മഞ്ഞളും കുമ്പളങ്ങ വെട്ടി മഞ്ഞളും പിന്നെ ചുണ്ണാമ്പും കൂടെ കലക്കി അത് കുരിശിയായിട്ട് വെച്ചുകൊണ്ടാണ്. മുമ്പ് കറക്റ്റ് ചോര തന്നെ ആയിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ കാലത്തിനനുസരിച്ചിട്ട് ആചാരങ്ങളെല്ലാം മറിഞ്ഞു വരും. മുൻപൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാറിട്ടുണ്ട് പോകാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ ആ ഒരു നിലയിലേക്ക് മാറിയില്ലേ അത്? അപ്പം കാലത്തിനനുസരിച്ചിട്ട് ആചാരങ്ങൾ മാറിയേ പറ്റൂ. അപ്പൊ അതിപ്പോ ഹിന്ദുമതത്തിൽ മാത്രമല്ല, ഹിന്ദുമതത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കാലത്തിനനുസരിച്ച് അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിലനിൽക്കാൻ പാടാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കാണുന്ന ഒരു കാഴ്ച, ഈ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശിൽ മുസ്ലിംസ് തന്നെയാണ് അവര് ഞാൻ പണ്ടും പറയുന്നുണ്ട്, തദ്ദേശീയ മുസ്ലിങ്ങളുടെ അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുത്തവരാണ് അവര്. അപ്പൊ ഇവരെ ഓടിക്കേണ്ടത് അവിടുത്തെ ഹിന്ദുവിനേക്കാൾക്ക് വലിയ ആവശ്യം അവിടുത്തെ തദ്ദേശീയ മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വഴിമരുന്നിട്ട് കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു സംഘർഷത്തിന് വഴിമരുന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് അവർ മാറി ചിന്തിക്കും. എന്ന് കരുതി അവരുടെ എൻറ്റയർ പൊളിറ്റിക്സ് മാറിയെന്നോ ഇല്ലെങ്കിൽ അവരുടെ മുഴുവനായിട്ടുള്ള അവരുടെ ചിന്താഗതി മാറിയെന്നോ അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ഒരു വലിയ സംഘർഷം കുറയ്ക്കാൻ ഇത് ഉപകരിക്കുന്നുണ്ട്. ഇതൊരു നല്ല സൂചന തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണ് UP-യിലെ വിഷയം. അവിടെ എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷം മേഖലകളിൽ BJP ജയിച്ചു കയറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളിതുവരെ BJPക്ക് കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ അവരെ BJPക്കാരെ അവിടെ കടത്തി വിടാതിരുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഈ മേഖലകളൊക്കെ. അവിടേക്ക് BJPക്കാർ കടന്നു ചെല്ലുകയും ഈ പാവപ്പെട്ട പസ്പന്ത മുസ്ലിങ്ങൾ അടക്കമുള്ളവരുടെ വിഷയങ്ങൾ അവർ കേൾക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ശൗചാലയമായാലും വീടായാലും കുടിവെള്ളമായാലും ഗ്യാസ് ആയാലും ഇതൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വിശ്വാസ്യത ഉണ്ടായി. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും അവന്റെ ജീവിതമാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് മതപരമായ കാര്യങ്ങൾ. മതമാണ് വലുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വയറ്റിലോട്ട് പോകണ്ടേ, കിടന്നുറങ്ങാൻ ഇടം വേണ്ടേ, കുടിവെള്ളം വേണ്ടേ, ഗ്യാസ് വേണ്ടേ? അപ്പൊ സ്വാഭാവികമായി അവർ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ മെച്ചം അവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ബീഹാറിൽ എങ്ങനെയാണ് BJP ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിച്ചു കയറിയത്? അവരുടെ വികസന പ്രവർത്തനങ്ങൾ അത്തരം വീടുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ്. അവരുടെ വീടുകളിൽ വികസനം എത്തിയപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, നല്ല റോഡായി,
പിന്നെ ഞങ്ങളുടെയൊക്കെ ശൗചാലയത്തിന് പണി നടക്കുന്നു, വീടുകളുടെ പണി നടക്കുന്നു. അപ്പൊ പിന്നെ ഈ സർക്കാർ പോരെ? എന്തിന് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ബി രാജേഷിന്റെ അടുത്ത് എത്തുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ? എല്ലാവരും എത്തുന്നില്ലേ? അവർക്കെല്ലാം വീട് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അത് മനസാക്ഷി ഓട്ടം എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, പൊളിറ്റിക്കൽ ഓട്ടം അല്ലത്, മനസാക്ഷി ഓട്ടമാണ്. ഇപ്പൊ നമുക്കൊരു വീട്ടിലൊരു വൈദ്യുതി എത്തിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുടിവെള്ളം എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു നന്ദി സൂചകമായി അവർക്ക് നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്തു തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ നേതാവിനെ അംഗീകരിച്ചു എന്നിരിക്കും. അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ. അതായത് ഒരു വലിയ രീതിയിൽ തന്നെ ഇത്തരം ഒരു ചിന്താഗതി ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ അടക്കമുള്ളിടത്തുനിന്ന് ഉയർന്നു വരുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, അതിലൊന്ന് ബംഗാളാണ്. ചെറിയൊരു തീപ്പൊരി വീണാൽ പോലും ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഇറങ്ങാൻ വെമ്പി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് ബംഗാൾ. അവിടൊക്കെ പോലും ഈ മുസ്ലിം വിഭാഗം മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് അടിച്ചേൽപ്പിക്കലല്ല, അവർ സ്വയം അത് തിരിച്ചറിയുകയാണ്. ശരിയാണ്, ഇതിപ്പോ നമുക്കിപ്പോൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു ആചാരമൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇത് ചെയ്യാം. യു പിയിലും പിന്നെ ഈ പറയുന്ന ബീഹാറിൽ നമുക്ക് വലിയ വിഭാഗം മുസ്ലിംസ് ഇപ്പോൾ റോഡിൽ നിസ്കരിക്കുന്നില്ല. അത് ഭയം കൊണ്ട് മാത്രമല്ല. അവർ പറയുന്നത് എന്തിനാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്? നമുക്ക് അത് അല്ലാതെ മറ്റു സൗകര്യങ്ങൾ വെച്ച് ചെയ്തുകൂടെ? അതിന് കൗണ്ടർ ചെയ്യാൻ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹോളി നടത്തുന്നില്ലേ? മറ്റ് വർഷത്തിൽ ഒരു ദിവസം ഹോളി നടത്തുന്നതാണ് കാണാൻ എല്ലാ ദിവസവും 5 നേരം റോഡിൽ വന്നിരുന്ന് നിസ്കരിക്കുന്നത്. അത് രണ്ടാണ്. അപ്പം അത് ഇവിടെ പറയുന്നതാണ് ഞാൻ. പിന്നെ ഇതിനകത്ത് ഈ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഈ സുന്നി വിഭാഗമാണ് ഈ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നയിച്ചുകൊണ്ട് ഈ പണിക്കെല്ലാം ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവരുടെ ആ കാൽച്ചോട്ടിലെ മണ്ണ് പലപ്പോഴും ചോർന്നു പോകുന്നു. കേരളത്തിൽ പോലും അതിന് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ചിന്താധാരയുമായി ഒത്തുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയിടങ്ങളിലൊക്കെ അതിന് ചോർച്ചകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തില് ആ വിഭാഗം വലിയ രീതിയിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എന്നാൽ ഒരു വിഭാഗം മാറി ചിന്തിക്കുന്നുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള കുറെ ആളുകൾ. ഒരു വിഭാഗം അതിനെ അനുകൂലിക്കും. പക്ഷെ അങ്ങനത്തെ ഈ പറയുന്ന അവരുടെ ശതമാനത്തിൽ നിന്ന്, ഈ 14% ഉണ്ടായെന്ന് പറയുന്നിടത്തുനിന്ന് ഒരു 2-3% മാറി ചിന്തിച്ചാൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഒതുങ്ങും. ധനുഷ് നേരത്തെ പറഞ്ഞത് ശരിയാണ്. 2 വിഭാഗത്തിലും ഇത് കണക്കുള്ള ആളുകളുണ്ട് ഏതാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഹിന്ദു മതത്തിലുള്ളവരെല്ലാവരും പുണ്യാളന്മാരാണെന്ന ഒരു അഭിപ്രായം നമുക്കില്ല. ഇതിനകത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇവരെ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതിനെയാണ് ഈ ആളുകൾ ഈ മതേതരത്വം എന്ന് പറയുന്നത്. അവരെ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തെങ്കിലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാം കൂടെ എന്താകും ഈ നാടിന്റെ അവസ്ഥ? അതുപോലെ തന്നെ ഈ ഇസ്ലാം മതത്തിലുള്ള ഇങ്ങനെയുള്ള ടീമുകളെ പിന്നെ കുറച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒതുങ്ങിപ്പോവും, കുറച്ചൊക്കെ അവർ ഡൗൺ ആയി പോവും. അതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ടാണ് എന്തായാലും ബംഗാളിൽ നിന്ന് വരുന്നൊരു നല്ല വാർത്തയാണ്. കാരണം ഈ ഒരു ഡിമാൻഡ് മുൻപോട്ട് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്കിപ്പോൾ ഒരു ദേശീയ മൃഗം നിലവിലുണ്ട്. അതിനെ സംരക്ഷിക്കാനുള്ള വലിയ പദ്ധതികളാണ് സർക്കാർ എല്ലാ വർഷവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ തുടരുമായിരിക്കും. ചിലപ്പോൾ ഇനി വല്ല ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിൽ എങ്ങാനും പശുവിനെ ഉൾപ്പെടുത്തുമായിരിക്കാം, ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന. പക്ഷെ പശുവിനെ ഈ ഗോവധം ആദ്യമായി നിരോധിച്ചത് ഇന്ത്യയിൽ BJP സർക്കാരല്ല. 1954 തന്നെ കാശ്മീരിലാണ്. കാരണം ഈ കാശ്മീരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗോവധം നിരോധിക്കുന്നത്. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷീര വിപ്ലവം എന്ന് പറഞ്ഞതൊന്നും നമ്മുടെ നാട്ടിൽ നടന്നില്ല, പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട്. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പാലുൽപാദനം ഇപ്പോൾ തന്നെ 1.25 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് ഈ പാൽ കൊണ്ട് വരുമാനം നേടുന്നത്. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞിട്ട് നമ്മുടെ പാലിന്റെ കേസ് മൈൻഡ് പോലും ചെയ്യാഞ്ഞത്. കാരണം കർഷകർ ഒരുപാടുണ്ട്. ഒരു പശു മുതൽ 1000 പശു വരെ ഉള്ളവർ, എരുമ വരെ ഉള്ളവരുണ്ട്. ഇവിടുന്ന് മാംസം കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കും BJP-ക്കാരല്ലേ മാംസം കയറ്റി? ശരിയാണ്, കറക്റ്റാണ്, 100% ശരിയാണ്. ടോപ്പായിട്ട് നിൽക്കുന്ന 4 ഈ മാംസ കച്ചവടത്തിന്റെ പുറത്തോട്ട് കയറ്റിവിടുന്ന മാംസ കച്ചവടത്തിന്റെ ഓർഡർമാരൊക്കെ BJP-യുടെ ടോപ്പ് ലീഡർമാർ തന്നെയാണ്. അതിനകത്ത് 1-2 പേരൊക്കെ നേരത്തെ MP-മാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു BJP-യുടെ. അത് എന്താണ് അവർ കയറ്റിവിടുന്നത്? പശുവിനും കാളയല്ല അവർ കയറ്റിവിടുന്നത്, പോത്തിനെയാണ് കയറ്റിവിടുന്നത്. നമ്മൾ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പോയാൽ പോത്തിറച്ചി യഥേഷ്ടം നമുക്ക് കിട്ടും, ആടിന്റെയും കിട്ടും. ആടിന്റെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എങ്കിൽ പോലും ഈ പോത്തിറച്ചി നമുക്ക് ധാരാളമായി കിട്ടും. അവിടെ കാളയെ അറുത്തോ പശുവിനെ അറുത്തോ കണ്ടിട്ടില്ല. ഇനി ലോ ക്ലാസ് പീപ്പിൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത്തരത്തിൽ ചെയ്യുന്നവരുണ്ടാകാം. കാരണം ഇതിന്റെ ഒരു വില താങ്ങാൻ കഴിയാതെയോ മറ്റോ ചെയ്യുന്നവരുണ്ടാകാം. എല്ലായിടത്തും ബൊഫല്ലോ തന്നെയാണ് കിട്ടുന്നത്. ലോകത്ത് എല്ലായിടത്തും അതാണ് കിട്ടുന്നത്. ലോകത്തെല്ലായിടത്തും കാളയിറച്ചി കിട്ടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ഓസ്ട്രേലിയൻ ബൊഫല്ലോ ഒക്കെയാണ് ഭയങ്കര ഡിമാൻഡ് ഉള്ളത്. അതാണ് അമേരിക്കക്കാർ ഇറക്കി കഴിച്ചോണ്ടിരിക്കുന്ന സാധനം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ എന്താണോ എന്ന് എനിക്കറിയില്ല. ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന ചാവാറായ കിഡ്നി നശിച്ച ഏതെങ്കിലും കാളെ അറുത്ത് കഴിക്കും. ഇത് എന്നിട്ട് മഹത്തായ കാര്യമാണ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാളേക്കാൾ കുറച്ചുകൂടെ
കുറച്ച് കൂടുതൽ ആരോഗ്യകരമായ ഇറച്ചി പോത്തിന്റെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ആലപ്പുഴക്കാരൻ, കുട്ടനാടൊക്കെ ഇഷ്ടംപോലെ പോത്തിനെ കിട്ടും, നല്ല ഇറച്ചിയും കിട്ടും. പക്ഷെ അത്യാവശ്യം ഇച്ചിരി വിലയാണ് പോത്തിറച്ചിക്ക്, അതായിരിക്കും ആളുകൾ മേടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതിനെക്കുറിച്ചൊരു ഇപ്പൊ ഇനി ബീഫിന്റെ ഒരു കാര്യം ഇന്ത്യയിൽ വിലപ്പോവില്ല. കേരളത്തിൽ ചിലരൊക്കെ പൊറോട്ട ഇറച്ചിയുടെ ഫോട്ടോ ഇട്ടാൽ പോലും 10 ലൈക്ക് ഇപ്പൊ കിട്ടാറില്ല. അതിന്റെ കാര്യം പറഞ്ഞ ജനത്തിന് ഇപ്പൊ കേൾക്കണമെന്നും താല്പര്യമില്ല. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതാണ്.